ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പാലക്കാട് സ്പെഷ്യൽ മീൻ മുട്ടക്കറി ഉണ്ടാക്കിയെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ വേഗം പോയി ഒന്ന് അരപ്പ് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അരപ്പിന് വേണ്ടത് തേങ്ങയിൽ ഞാൻ ഒരു 2 ചെറിയുള്ളി, കുറച്ച് പെരിഞ്ചീരകം കേട്ടോ. പെരിഞ്ചീരകം വിട്ടിട്ട് നമുക്ക് ഒരു കളിയില്ല. അപ്പോഴേക്കും നമ്മൾ മുട്ട ഒരു 4 മുട്ട എടുത്തിട്ട് 5 കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. മുട്ട ഞാൻ കഴുകിയ ശേഷമാണ് കുക്കറിലോട്ട് ഇട്ടത്. അത് വീഡിയോയിൽ വന്ന് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമ്മുടെ പാനിന് പിന്നെ ഒരു പ്രത്യേകതയുള്ള കാരണം പുക വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അത് സ്റ്റീൽ പാനായ കാരണമാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി, വലിയുള്ളി, പച്ചമുളക് ഇതെല്ലാം പാടെ ഇട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നമുക്ക് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പൊടികളെല്ലാം ആഡ് ചെയ്ത് കുറച്ചധികം മല്ലിപ്പൊടി ആഡ് ചെയ്യണം, മുളക് പൊടി പാകത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ല പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മസാല പേസ്റ്റ് ഇടണം കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ അടുക്കളയിൽ പുകയും കരിയൊന്നും ഇല്ലാണ്ട് ഒരു കൂട്ടാൻ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് എൻ്റെ അടുത്ത് നിന്ന് മസാല പേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മസാല അരച്ച് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റി ഒഴിച്ചു, പിന്നെ പാകത്തിന് ഉപ്പ് കിട്ടും. അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരുവാകണം, അതായത് ആ തക്കാളിയും ഉള്ളിയും ഒന്ന് ഉടഞ്ഞു വരണം. നമ്മൾ ചെറിയുള്ളിയും വലിയുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഉടഞ്ഞു വരണം. അപ്പോഴത്തേക്കും മുട്ടയൊക്കെ നമ്മൾ ഏകദേശം ക്ലീനാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് പാകത്തിന് പുളി പൊഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോണ് ഒരൊക്കത്ത് കുട്ടി ഒരു കൈ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ മുട്ടയൊന്ന് 4 സൈഡും കോഴിമുട്ട നമ്മളൊന്ന് വരയിട്ട് കൊടുക്കണം. അപ്പോൾ ആ പുളിയും ഉപ്പും എല്ലാം ആ മുട്ടയിൽ പിടിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊന്ന് കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഈ കൂട്ടിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരപ്പും കൂടി ചേർത്തൊഴിക്കണം. തേങ്ങ അരപ്പ് നമ്മൾ ഒഴിച്ച് ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടോ. പിന്നെ ഇതിനെന്താ മീൻ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ, അതായത് ഈ കറി കോഴിമുട്ട ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ മീൻ കറീൻ്റെ ടേസ്റ്റാണ്, അതായത് നല്ല മത്തിക്കറീൻ്റെയൊക്കെ രുചിയാണ് തേങ്ങ അരച്ച് വയ്ക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ പറയുന്നത് ചപ്പാത്തി, ചോറിനാകുമ്പോൾ നമ്മളൊരു 2 പപ്പടം കൂടി പൊരിക്കണം. അങ്ങനെ നമ്മളിത് വെളിച്ചെണ്ണയിൽ ചതച്ച് വെച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ചാറിലോട്ട് കൂട്ടി സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി.